ഈ പീഠങ്ങളിൽ കയറിയിരിക്കൂ. നവദമ്പതികളല്ലേ, കുറെ കൂടി ചേർന്നിരിക്കൂ. ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രം നിങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റുചൊല്ലണം. അതിനുശേഷം ആ പുഷ്പങ്ങൾ ഇങ്ങോട്ട് അർപ്പിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവര് കസേരയിലിരുന്നും പ്രാർത്ഥിക്കാം. ദൈവം വലിയവനാ. ഈ നിസാര കാര്യങ്ങൾക്കൊന്നും കോപിക്കില്ല. സരസ്വതി പൂജയ്ക്ക് ജലം വേണം. പുറത്തെ കിണറ്റിൽ നിന്ന് ഇതിൽ നിറയെ ജലം കൊണ്ടുവരണം. നിന്റെ ഒരു പൂജ, ഇത് ഞാൻ കലക്കും.
അയ്യോ മീനാക്ഷി, അയ്യോ മീനാക്ഷി, മീനാക്ഷി, മോളെ അയ്യോ എന്താ? എന്ത് പറ്റി മോളെ? എന്താ പറ്റിയത് മീനാക്ഷി? എന്താ? എന്ത് പറ്റി? ഞാൻ കാല് തെറ്റൊന്ന് വീണതാ. അയ്യോ അയ്യോ അയ്യോ, എന്റെ മോളെ. കുഞ്ഞമ്മാവ, ഒരു ഡോക്ടറെ പെട്ടെന്ന് വിളിക്ക. പതുക്കെ 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 എഴുന്നേക്ക്. പതുക്കെ പതുക്കെ. ഉരുട്ടി ഉരുട്ടി അങ്ങ് കഴിക്ക്. സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് പറമ്പ് കിളിക്കുമ്പോൾ ദോശയിലേക്കിട്ട് കിളക്ക്. എന്നിട്ട് വാരി വലിച്ച് തട്ട്. എന്റെ മോനെ ആഹാരം കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് തോന്നുന്നു. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്, അത് ശരിയാ. ഈ ചീട്ടുകളിക്കിടയ്ക്ക് ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നത് എന്താ? ഒരു കാര്യം ചെയ്, ഒരു 10-12 പൊറോട്ട വാങ്ങിച്ച് കുറച്ച് ഇറച്ചിയും കൂടെ ചേർത്ത് മടിയിലോട്ടങ്ങ് വെക്ക്. ചീട്ടുകളിക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും ചെയ്യാലോ. ഞാൻ ചീട്ട് കളിച്ച് ജീവിക്കുന്നത് അമ്മയ്ക്ക് സന്തോഷമല്ലേ? സന്തോഷായിട്ടൊന്നല്ല, നിന്നോട് ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അതേ നീ ചെയ്യൂ. അതുകൊണ്ടാ ഇങ്ങനെ ചീട്ട് കളിച്ചും കണ്ട പോലീസുകാരെ തല്ലും മേടിച്ചും ജീവിക്കാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കട എന്റെ മോനെ. ജോലിക്കൊക്കെ ഞാൻ പോവും, പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ നേടാനുണ്ട്. അതെന്ത് ലക്ഷ്യ? എന്റെ ജീവിതം നശിപ്പിച്ച കാർത്തിയെയും മൈഥിലിയും എനിക്ക് കൊല്ലണം. അത് മാത്രമാണ് ഇപ്പൊ എന്റെ ജീവിത ലക്ഷ്യം. കൊല്ലാനങ്ങോട്ട് ചെല്ല്. നിന്റെ എല്ലെല്ലാം അവൻ ഊരും. ഒരു എല്ലും ഊരില്ല. അവനെ കൊന്നേ ഞാൻ അടങ്ങും. എടാ, ഇന്നലെ വരെ നടന്ന കാര്യങ്ങളെല്ലാം മറന്ന് മര്യാദയ്ക്ക് നീ വല്ല ജോലിക്കും പോടാ. അല്ലാതെ ഇങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാരമായിട്ട് ജീവിക്കുന്ന എന്തിനാ? നിങ്ങളും മിണ്ടരുത്. നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി കാരണ ഈ ചെറുക്കൻ ഇങ്ങനെ തലതെറിച്ചതായത്. അതെ, പെണ്ണുങ്ങൾ ഭരിക്കുന്ന ഒരു വീടും ഗതി പിടിച്ചിട്ടില്ല, കേട്ടിട്ടില്ലേ? നാരി ഭരിച്ചിടം, നാരകം നട്ടിടം, കൂവളം പട്ടിടം, നായ പെറ്റിടം, നാശം. അമ്പോ കൊള്ളാലോ. ഇതാര്? കഥാപ്രസംഗക്കാരനോ? കാതികൻ മുട്ടത്തറ മന്മഥ പണിക്കര്. ഒരു രാമായണം എടുത്തോണ്ടേ ദേ ആ മുട്ടത്തോട്ടങ്ങ് ചെല്ല്. അവിടെ ഇരുന്ന് രാമായണം വായിക്കും, പടച്ചോറ് കിട്ടും. മതിയടി കളിയാക്കിയത്. ഒന്ന് നിർത്താവോ? എന്റെ പേരിൽ നിങ്ങൾ വെറുതെ തമ്മി തലേന്നും വേണ്ട. ഞാൻ പോവാ. മോനെ, നീ അങ്ങോട്ടാടാ പോകുന്നത്? എന്നെ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കൊന്നും വേണ്ട. എന്റെ ലക്ഷ്യം നിറവേറ്റിട്ടേ ഞാൻ ഇനി തിരിച്ചു വരും. ലക്ഷ്യം നിറവേറിയാലേ നിനക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ല. നേരെ സെൻട്രൽ ജയിലിലേക്ക് പോവാ. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ മൈഥിലി എങ്ങനെയെങ്കിലും ആ ചെമ്പകമംഗലത്ത് ജീവിച്ചു പൊക്കോട്ടെ. നീ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മാത്രമല്ല, നിന്റെ പെങ്ങൾ ഒരുത്തി അവിടെ ഉണ്ട്. അവള് സ്വസ്ഥമായിട്ട് അവിടെ ജീവിച്ചോട്ടടാ. എന്റെ പെങ്ങളുടെ ജീവിതത്തിലൊന്നും ഞാനൊരു തടസ്സമാവില്ല. പക്ഷെ എന്റെ ജീവിതം തകർത്തവരെ ഞാൻ വെറുതെ വെച്ചേക്കത്തൊന്നുമില്ല. അതെന്റെ പ്രതികാരം. അത് നടപ്പാക്കിയേ ഞാൻ അടങ്ങൂ. കഷ്ടം.
മോളെ കരയാതെ. അയ്യോ. ഏയ് ഫ്രാക്ചർ ഒന്നുമില്ല, ചെറുതായിട്ടൊരു ചതവ് മാത്രമേ ഉള്ളൂ. ഓ ദൈവമേ. കുറച്ച് വേദന കാണും. ഒരു പെയിൻ കില്ലറും പുരട്ടാൻ ഒരു ഓയിൽമെന്റ് ഞാൻ കുറിച്ചു തരാം, അത് മതി. ഇവിടെ ഒരു പൂജ നടക്കുകയാണ്. കാൽമടക്കി ഈ കുട്ടിക്ക് നിലത്തിരിക്കാമോ ഡോക്ടർ? പറ്റില്ല. അത് കുഴപ്പമാവും, ചിലപ്പോ നീര് വന്നേക്കും. തൽക്കാലം നിൽക്കുകയും നിലത്തിരിക്കുകയും വേണ്ട. ഞാൻ ഇറങ്ങട്ടെ സാർ. ആയിക്കോട്ടെ ഡോക്ടർ. മീനാക്ഷി, ഇതിപ്പോ പ്രശ്നമായല്ലോ. പൂജ ആര് ചെയ്യും? ഈ പൂജയ്ക്ക് നവദമ്പതികൾ തന്നെ വേണോ തിരുമേനി? നവദമ്പതികൾ വേണമെന്നില്ല, ഭാര്യാഭർത്താക്കന്മാരായാലും മതി. രാമേട്ടനുണ്ടായിരുന്നെങ്കിൽ സാവിത്രിച്ചിയും രാമേട്ടനും കൂടി അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അതിന് രാമേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അതിനെന്താ, ജഗദീഷ് ഇവിടെ ഇല്ലേ? ജഗദീഷ് മാലതിയും കൂടെ ചെയ്താ പോരെ പൂജ? അത് മതി മോനെ, നിങ്ങൾ ചെയ്താ മതി പൂജ. അതൊന്നും ഒരിക്കലും ശരിയാവില്ല അമ്മേ. എന്തുകൊണ്ട് ശരിയായിക്കൂടാ? അമ്മേ, പൂജ നടത്തുന്നത് ചെമ്പകമംഗലം തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ആ, ഈ തറവാടിന്റെ നന്മ ആഗ്രഹിക്കാത്തവരോടൊപ്പം പൂജ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജഗദീഷ് ചേട്ടൻ പറഞ്ഞു വരുന്നത് എനിക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയെന്നല്ലേ? കണ്ടല്ലോ, ഞാൻ പറയാതെ തന്നെ എത്ര കൃത്യമായിട്ട് എന്റെ ഭാര്യ കാര്യം പറഞ്ഞു. അതാണ് സത്യം. ജഗദീഷ് ചേട്ടാ, എനിക്ക് ചില കാര്യങ്ങള്. നിർത്ത്. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവിടെ നമ്മുടെ ബെഡ്റൂമിൽ. പൂജയുടെ കാര്യം ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ മറ്റൊരു അഭിപ്രായം പറയട്ടെ. ആ, നീ പറയ. വിവാഹമോചനം നടത്താത്തതുകൊണ്ട് മൈഥിലി ഇപ്പോഴും കാർത്തിക്കിന്റെ ഭാര്യയാണ്. നിലവിലവര് ദമ്പതികളായതുകൊണ്ട് ഈ പൂജ അവരൊരുമിച്ച് നടത്തുന്നതുകൊണ്ട് എന്താ തെറ്റ്? കണ്ടോ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന പോക്ക് കണ്ടോ? ഇപ്പൊ ജഗദീഷ് പറഞ്ഞാൽ എന്താ തെറ്റ്? ചോറ് ഇവിടെ എന്നിട്ട് കൂറ് അവിടെ. കാർത്തിമോന്റെ ജീവിതം തുലയ്ക്കാൻ നോക്കിയവള ഈ മൈഥിലി. ഇവളെ വെച്ച് പൂജ നടത്തണമെന്നാണോ? നന്ദിനി ഏട്ടത്തി എപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ, എടാ മോനെ, നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണമെന്ന്. എങ്ങനെ എനിക്ക് ദേഷ്യം വരാതിരിക്കും? എങ്ങനെ എന്റെ കൈ തരിക്കാതിരിക്കും? ദീപ്, അടി വേണ്ടെങ്കിൽ നീ അടങ്ങി നിന്നോ.
കുഞ്ഞമ്മായി പറഞ്ഞാലും കാര്യമുണ്ട്. വിവാഹമോചനം നടത്താത്തതുകൊണ്ട് മൈഥിലി എനിക്കൊപ്പം ഇരുന്ന് പൂജ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഞാനിവളെ ഭാര്യയായി സ്വീകരിക്കുന്നില്ലല്ലോ. എന്ത് വൃത്തികെട്ട ചിന്താഗതിയാടാ നീ വിളിച്ചു കൂവുന്നത്? എന്തൊരു നാണക്കേടാ ഇത്! യാതൊരു സ്വഭാവശുദ്ധി ഇല്ലാത്ത ഇവളെ പിടിച്ചിരുത്തി പൂജ നടത്താനോ? അല്ല, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് മീനാക്ഷിയാ. മീനാക്ഷി പറയട്ടെ. അതിന് എനിക്കെന്താ? മൈഥിലി അടുത്തിരുത്തി ACP പൂജ ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ഓ, വിശാല ഹൃദയം, മഹാമനസ്കത. പെണ്ണെ, ദേ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലേ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയുവേ. അതൊന്നും നടക്കില്ല. അക്കാര്യം ഇനി പറയും വേണ്ട. പൂജ ചെയ്യുന്നത് ദൈവികമായ കാര്യമാണ്. ദൈവത്തിന്റെ പരിസരത്ത് വരാനുള്ള യോഗ്യത ഈ മൈഥിലിക്കില്ല. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? ഈ പൂജ അച്ഛനും അമ്മയ്ക്കും കൂടി ചെയ്താൽ എങ്ങനെയാ? ഞാനും അത് പറയാൻ പോകുകയായിരുന്നു. ഒരു കുഴപ്പവും ഇല്ല. അതാണ് ഏറ്റവും നല്ലത്. ദൈവം കാണുന്നത് മനുഷ്യ മനസ്സിലെ നന്മയാണ്, സ്നേഹവും കാരുണ്യവുമാണ്. അതുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും പൂജ ചെയ്യാം. നിന്നും പൂജ ചെയ്യാം. ആ കൈമൾ സാറും രാജലക്ഷ്മി ഇങ്ങ് വരൂ. അമ്മേ, കഴിക്കും. കാലിനിപ്പോ വേദന ഉണ്ടോ മീനാക്ഷി?
ACP തടവി തന്നതുകൊണ്ട് അതങ്ങ് മാറി. അല്ലാതെ മരുന്നുകൊണ്ട് മാറിയതല്ലേ? അല്ല, മനസ്സിന് സന്തോഷം ഉണ്ടായാലേ ശരീരത്തിന്റെ വേദന അങ്ങ് മാറും.